സക്കരിയ നബി അലൈഹിസ്സലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവിയുടെ ബൈത്തുൽ മുഖദ്ദസിലെ ഒരു പ്രാർത്ഥനാ മണ്ഡപം, ഒരു ഉയരത്തിലൊരു പ്രാർത്ഥനാ മണ്ഡപം, ആരാധനാ മണ്ഡപം സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിക്ക് വെച്ചു കൊടുത്തു. അങ്ങോട്ട് സക്കരിയ നബി അലൈഹിസ്സലാം മാത്രമേ കയറി ചെല്ലുകയുള്ളൂ. അങ്ങനെ കയറി ചെല്ലുമ്പോ അവിടെ ഭക്ഷണം കാണാണ് ആ റൂമില്. മറ്റാർക്കും അങ്ങോട്ട് കയറാൻ കഴിയൂല. അതിന് ആ സീസണിൽ ഇല്ലാത്ത പഴങ്ങൾ. ശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, നമുക്കൊക്കെ അറിയുന്നതല്ലേ. ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ, മറിയം എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടിയതാ. ഇത് തമിഴ്നാട്ടിൽ കൊടുന്നൊന്നുമല്ല, ഇത് അല്ലാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടിയതാ. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് വെക്കാതെ കൊടുക്കുന്നു. നമ്മളതിന് കണക്ക് വെക്കുകയാണ്. അള്ളാഹിന്റെ കഴിവിനും അള്ള കൊടുക്കണതിനൊക്കെ നമ്മൾ കണക്ക് വെക്കുക. അള്ള പറഞ്ഞ് കണക്ക് വെക്കാതെ കൊടുക്കുന്നു. ഇതാണ് പറഞ്ഞപ്പോ മറിയം ബീവിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. പക്ഷേ മറിയം ബീവിയുടെ ആ റൂമിൽ ആരാരും കയറി ചെല്ലാത്ത ആ റൂമിൽ ചെന്നപ്പോ അകാലത്ത് കിട്ടുന്ന കനികൾ, കായ്ക്കനികൾ അവിടെ കണ്ടപ്പോ ഇതെവിടുന്നേ മറിയം നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ഇത് അള്ള തന്നതാണെന്ന് പറഞ്ഞപ്പോ മറിയം ബീവിയുടെ കറാമത്ത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് കുട്ടികളുണ്ടായിട്ടുള്ള പ്രായം കുറെ ആയിട്ടുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, ആ സ്പോട്ടിൽ സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ചോനെ എനിക്കൊരു സന്താനത്തെ കൊണ്ടാ. അകാലത്ത് കനി കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായം ചെന്ന എനിക്ക് സന്താനത്തെ നൽകാൻ നിനക്ക് കഴിയുമല്ലോ അല്ലാഹ്. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. നമ്മുടെ നാട്ടിൽ കുറെ കറാമത്തിന്റെ കഥല്ലേ, നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് നിങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശൈഖിന്റെ കറാമത്ത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സക്കരിയ നബി കറാമത്ത് നേരിട്ട് കാണുക. ദാ പോയിന്റ് കേട്ടോ, നേരിട്ട് കാണുക. എന്നിട്ട് ചോദിച്ചോ സക്കരിയ നബി എന്താ ചെയ്തറിയോ? ഇനി മറിയം ബീവിയുടെ കറാമത്ത് വേഗം പറഞ്ഞു, നമ്മുടെ സമയത്തിന്റെ കുറവുണ്ട്. മറിയം ബീവിക്ക് കറാമത്തുണ്ടായി. കറാമത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസിയല്ല, കറാമത്ത് നിഷേധി വിശ്വാസി. പിന്നെന്താ പ്രശ്നം? സമസ്തയും മുജാഹിദും തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറാമത്ത് ഉണ്ട്, ആ കറാമത്തുള്ളവരോട് ചോദിക്കാം, കുഴപ്പമില്ല, അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവെന്ന് ചോദിക്കാം. ഇതാണ് സമസ്ത. കറാമത്തുള്ളതാണ്, അത് അവരുടെ കഴിവല്ല, അള്ളാഹു കൊടുത്തതാണ്. കറാമത്തിന്റെ ഉടമസ്ഥൻ അള്ളയാണ്, അതുകൊണ്ട് തേടേണ്ടത് അള്ളാഹു. ഇതാണ് സെൽഫികളുടെ വാദം. ഇതാണ് സക്കരിയ അലൈഹിസ്സലാമിന്റെ വാദം. സമസ്തയുടെ വാദം സക്കരിയ നബി തള്ളിക്കളഞ്ഞു. ഖുർആൻ കേട്ടോളൂ, കേട്ടോളൂ. ഖുർആന്റെ 3-ാം അധ്യായം 36. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഖുർആനിലെ 3-ാം അധ്യായം 36-ാമത്തെ വചനം മുതൽ 42 വരെയുള്ള വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 36-ാമത്തെ വചനം മുതൽ നമ്മളൊന്ന് വായിക്കാം. അതായത് മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്, കറാമത്ത് ഇല്ല എന്നല്ല. പക്ഷെ കറാമത്തുള്ളവരോട് ചോദിക്കാൻ പറ്റുമല്ലേ? അതാണല്ലോ സമസ്തയും നമ്മൾ തമ്മിലുള്ള വാചകം. അതിൽ അള്ളാഹു പറയാണ്, മൂസാ അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, കഫായായിൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك رب شقيا. ആലോചിച്ചോക്കേ. അപ്പോ ആ സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിൽ വരുമ്പോൾ നല്ലോണം മനസ്സിലായിക്കൊള്ളട്ടോ. അതായത് ആ സീസണിൽ ഇല്ലാത്ത ഫ്രൂട്ട്, ആ സീസണിൽ ഇല്ലാത്ത ഭക്ഷണം മറിയം ബീവിക്ക് അള്ള ഇറക്കി കൊടുക്കുകയാണ്. മറിയം ബീവിക്ക് അള്ള ഇറക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് സക്കരിയ നബി അലൈഹിസ്സലാമിന് അത്ഭുതം കൂടി. കാരണം എന്താ? ഈ ഫ്രൂട്ട് ഒന്നും ഇപ്പൊ ഉണ്ടാവേണ്ടേ അല്ല, വേറെ കാലത്ത് ഉണ്ടാവേണ്ടയാണ്. അതുകൊണ്ട് ഇത് മറിയമിന് കഴിയില്ല. അതുകൊണ്ട് മറിയമിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഖുർആനിൽ പഠിക്കും അങ്ങനെയാണ്. അന്നാലകി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി മറിയമേ? ഇനി ചിന്തിക്കാനുള്ള ഒരു പോയിന്റാണ് ബാക്കി വരുന്നത്. ആ ആയത്തിൽ ബാക്കി വരികയാണ്, അന്നാലകി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി? അപ്പൊ മറിയം ബീവി സമസ്തക്കാരിയായിരുന്നോ അല്ലേ എന്നാട്ടോ പരിശോധിക്കുന്നത്. സക്കരിയ നബി അതായിരുന്നോ? ഇതിങ്ങനെ പരിശോധിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാം. സക്കരിയ നബി ചോദിക്കണം, അന്നാലകി ഹാദാ,
മറിയം ബീവി സമസ്തക്കാരിയാണ് എന്താ പറയേണ്ടത്? അതോ ഞാനൊരു മുന്തിയ ബീവിയാ, ഭയങ്കര കറാമത്തിന്റെ ഉടമയാ ഞാൻ, എന്റെ കാര്യം എന്താ ഇതൊന്നല്ല, ഇതൊക്കെ അപ്പുറത്ത് എന്തൊക്കെ ചെയ്യാണ്ട്, നിങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് പന്തലൊക്കെ കെട്ടി കുറച്ച് അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കി ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ലെന്ന് മാത്രമാണോ? അല്ല, തനിക്ക് ഇതിലൊരു ബന്ധവുമില്ലെന്നും താനല്ല ഇത് ചെയ്യുന്നതെന്നും ഇത് അല്ലാഹ് മാത്രം പ്രകടിപ്പിക്കുന്നതാണെന്നും മറിയം ബീവി ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത ഉസ്താദുമാരെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, നിങ്ങൾ അവരെ കൈയൊഴിയുക, നിങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടുക. എനിക്കതിൽ പറയണം. എന്താ അവർ പറയുന്നത് അറിയോ? അവര് പറഞ്ഞു, മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, നിന്റെ കഴിവാന്നല്ല, എനിക്കെന്തൊക്കെ കറാമത്ത് പഠിപ്പിക്കാന്നല്ല, ഇത് അല്ലാഹ് തന്നതാ. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർ കണക്കില്ല. അപ്പൊ പൂർണ്ണമായിട്ട് അല്ലാഹുവിലേക്ക്. അപ്പൊ മറിയം ബീവിയുടെ കറാമത്ത് അതാ. ഇനി സക്കരിയ നബി വഹാബിയാണോ സമസ്തയാണോ അതോട് പരിശോധിക്കാട്ടോ. കറാമത്ത് ഇനി വേറൊന്നുകൂടല്ലോ, അത് ഇതിനോട് ആഡ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ കുറേ കറാമത്തിന്റെ കഥ അല്ലേ? നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് നിങ്ങൾ ആരെയും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശൈഖിന്റെ കറാമത്ത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സക്കരിയ നബി കറാമത്ത് നേരിട്ട് കാണുക, ഇതാ പോയിന്റ് കേട്ടോ, നേരിട്ട് കാണുക. എന്നിട്ട് ചോദിച്ചോ സക്കരിയ നബി എന്താ ചെയ്തറിയോ? സക്കരിയ നബി മനസ്സിലാക്കണം ഇവിടെ എന്താ സന്ദർഭം. ഫ്രൂട്ട് ഇല്ലാത്ത കാലത്ത്, ആ ഫ്രൂട്ട് ആ കാലത്തല്ല, അതുപോലെ ആ ഭക്ഷണം ആ കാലത്ത് ഇല്ലാത്ത, ആ ഭക്ഷണം ഹാജരാക്കി കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയെങ്കിൽ എന്റെ ഭാര്യ വന്ധ്യ ആയിക്കോട്ടെ, എന്റെ തലമുടി നിരബാധിച്ചോട്ടെ, എനിക്ക് കുട്ടിനെ തരാൻ പടച്ചോന് കഴിയും. കണ്ടോ, മറിയം ബീവിനെ വിട്ടു, മറിയമേ നീ എനിക്ക് കുട്ടിനെ തരണേന്നല്ല, മറിയമേ നീ എനിക്ക് കുട്ടിനെ, ആ പ്രാർത്ഥന ഒന്ന് കേട്ടെ. ഹുനാലിക ദആ സക്കരിയ റബ്ബഹു, ഹുനാലിക ദആ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഇനി സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ വരും? ഹുനാലിക ദആ സക്കരിയ, മറിയം അവിടെ വെച്ച് മറിയമിന്റെ കറാമത്ത് വെച്ച് സക്കരിയ നബി തേടി എന്നല്ലേ വരുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആനിൽ അള്ളാനോട് തേടി. ഉറങ്ങാൻ കഴിയിട്ടോ മുല്യമാരെ, നിങ്ങൾക്ക് ഇന്ന് വലത്തോട്ട് എടുത്തോട്ട് മറിഞ്ഞും തിരിഞ്ഞും കിടക്കണ്ടേ ഈമാന്റെ അക്കാണിശ ഹൃദയത്തിലുണ്ടെങ്കിൽ. അപ്പൊ കറാമത്തുണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കാൻ പറ്റില്ല. കറാമത്ത് അവരുടെ കഴിവല്ല, അവരുടെ കഴിവല്ല. ഇനി ആലോചിക്കാം,